എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജൂലൈ 27 ശനിയാഴ്ച പല്ലേക്കലയിൽ ആരംഭിക്കുന്ന 3 മത്സരങ്ങൾ ഉള്ള T20 പരമ്പരയിൽ ശ്രീലങ്കയെ നേരിടുമ്പോൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. യുഎസിലെയും വെസ്റ്റ് ഇൻഡീസിലെയും ലോകകപ്പ് വിജയത്തിന് ശേഷം T20യിൽ നിന്ന് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ചതിന് ശേഷം സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ T20 ക്യാപ്റ്റനായി ചുമതലയേറ്റുള്ള ആദ്യ മത്സരമായിരിക്കും നാളത്തേത്. മാത്രവുമല്ല, രാഹുൽ ദ്രാവിഡിൽ നിന്ന് ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ മത്സരവും കൂടിയാണ്. ലോക T20 റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യ ഇപ്പോൾ. എന്നാൽ ശ്രീലങ്കയാകട്ടെ 8-ാം സ്ഥാനത്തും. എന്നിരുന്നാലും മികച്ച ഒരു മത്സരം തന്നെ ഇരു ടീമിൽ നിന്നും പ്രതീക്ഷിക്കാം. വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, രവി ബിഷ്ണോയ് എന്നീ 3 സ്പിന്നർമാരെയാണ് ഇന്ത്യ നാളത്തെ മത്സരത്തിന് ഇറക്കുക. കൂടാതെ ബാറ്റിംഗിൽ ഗില്ലിനൊപ്പം ജയ്സ്വാൾ ഓപ്പൺ ചെയ്യും. മറുവശത്ത് നിസാങ്ക, കുശാൽ മെൻഡിസ്, അസലങ്ക, അവിഷ്ക ഫെർണാണ്ടോ എന്നിവരടങ്ങുന്ന ശക്തമായ ബാറ്റിംഗ് ലൈനപ്പാണ് ശ്രീലങ്കയുടേത്. ഹസരംഗയും പതിരാനയും ആയിരിക്കും അവരുടെ 11 ഏറ്റവും അപകാരികളായ ബൗളർമാർ. ഇനി നമുക്ക് ഇന്ത്യ-ശ്രീലങ്ക മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിംഗ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. നാളത്തെ മത്സരത്തിൽ ശുഭ്മൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഓപ്പൺ ചെയ്യും. 1 ഡൗണായി ഋഷഭ് പന്ത് എത്തും. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 4-ാം നമ്പറിൽ ഇറങ്ങുമ്പോൾ 5-ാമനായി മലയാളി താരം സഞ്ജു സാംസൺ എത്തും. അതിനുശേഷം 6-ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യ കളത്തിലിറങ്ങും. ഇനി ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ് എന്നിവരാകും പേസ് നിരയ്ക്ക് നേതൃത്വം കൊടുക്കുക. അതുപോലെ തന്നെ സ്പിന്നിൽ രവി ബിഷ്ണോയ്, വാഷിംഗ്ടൺ സുന്ദർ, അക്ഷർ പട്ടേൽ എന്നിവരും ഉണ്ടാകും. എന്തായാലും മികച്ച ഒരു ടീം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ. ബാറ്റിംഗിനും ബൗളിംഗിനും ഒരേപോലെ മിന്നും താരങ്ങൾ ഇന്ത്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ടീം ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.